ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആർത്തവ ചക്രത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓവുലേഷനെ കുറിച്ചിട്ടും ഓവുലേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ, അതായത് ബീജവുമായിട്ട് അണ്ടം ഒരുമിച്ച് ചേർന്നില്ല എങ്കിൽ മെൻസസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ബാക്കി പറയാൻ പോകുന്നത്. അപ്പം ആർത്തവ ചക്രം എന്ന് പറയുന്നത് 28 ദിവസമാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുണ്ടായി. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ 28 ദിവസം നോർമലി ഉള്ളത് കണക്കെടുത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അതിൽ കൂടുതലും കുറവും വരുന്നതിനെ കുറിച്ചിട്ടല്ല ഇപ്പോൾ പറയണത്. അപ്പോൾ 28 ദിവസത്തെ ആർത്തവ ചക്രത്തിൽ 14 ദിവസം എന്ന് പറയുന്നത് ഫോളിക്കുലാർ ഫേസും അതുപോലെ തന്നെ ബാക്കി 14 ദിവസം എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫോളിക്കുലർ ഫേസിലാണ് ഓവുലേഷൻ നടക്കുന്നതും, അതായത് അണ്ടോൽപാദനം നടക്കുന്നതും അണ്ടവിസർജനം നടക്കുന്നതും. അതിനുശേഷം ലൂട്ടിയൽ ഫേസിലാണ് അത് ഒന്നെങ്കിൽ ഗർഭധാരണം നടക്കുക, അതല്ലെങ്കിൽ അത് മെൻസസ് ആയിട്ട് ആർത്തവ രക്തം പുറത്തോട്ട് വരിക. ഈ രണ്ട് കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓവുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാം. മെൻസസ് ബ്ലീഡിംഗ് എന്നാണ് തുടങ്ങുന്നത് ആ ദിവസത്തിനെയാണ് ആർത്തവ ചക്രത്തിലെ ഒന്നാമത്തെ ദിവസമായി നമ്മൾ കണക്കാക്കുന്നത്. അതായത് ചില ആളുകളിൽ ഒരു ചെറിയ സ്പോട്ടിംഗ് പോലെ 1-2 ദിവസം ചെറിയൊരു കറ പോലെ ഒരു സ്പോട്ടിംഗ് പോലെ ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ ഒന്നാമത്തെ ദിവസമായിട്ട് കണക്കിൽ കൂട്ടാറില്ല. എന്നാണ് നമുക്ക് ശരിയായിട്ടുള്ള ബ്ലീഡിംഗ് തുടങ്ങുന്നത് ആ ദിവസമാണ് ആർത്തവ ചക്രത്തിലെ ഒന്നാമത്തെ ദിവസമായി നമ്മൾ കണക്കാക്കുന്നത്. ആർത്തവ ചക്രത്തിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ അണ്ടാശയത്തിലുള്ള ഒരു കൂട്ടം ഫോളിക്കിൾസ് ഈ ആർത്തവ ചക്രത്തിലെ ആ മാസത്തെ അണ്ടം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അരങ്ങത്തേക്ക് വരും. ഒരു കൂട്ടം ഫോളിക്കിൾസ് ആണ് വരുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ പ്രൈമോഡിയൽ ഫോളിക്കിൾ എന്നുള്ള ഒരു ദ്രാവകം നിറഞ്ഞ ഒരു സഞ്ചിയായിട്ട് നമ്മുടെ ശരീരത്തിൽ അണ്ടങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ അണ്ടങ്ങളിലെ ഒരു 5%, ഒരു വളരെ കുറഞ്ഞ ശതമാനം, അതായത് ഒരു 5% കുറവ് മാത്രമാണ് ഒരു ആർത്തവ ചക്രത്തിൽ പങ്കെടുക്കുന്നത്. വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു കൂട്ടം ഫോളിക്കിൾസിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. അവ പിന്നീട് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, അതുപോലെ തന്നെ ടെറിഷറി ഫോളിക്കിൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് ആൻഡ്രൽ ഫോളിക്കിൾ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തും, എന്നൊരു രൂപമായിട്ട് മാറും. ആൻഡ്രൽ ഫോളിക്കിൾ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ ആൻഡ്രൽ ഫോളിക്കിളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 വർഷം സമയമാണ് എടുക്കുന്നത്. അതായത് ഈ ഒരു കൂട്ടം ഫോളിക്കിൾസ് ആൻഡ്രൽ ഫോളിക്കിളായി മാറാൻ വേണ്ടിയിട്ട് 1 വർഷം സമയം എടുക്കുന്നുണ്ട്. ഈ 1 വർഷത്തിലെ ലാസ്റ്റത്തെ ഒരു 85 ദിവസത്തിലാണ് ദ്രുതഗതിയിൽ ഇതിൻ്റെ വളർച്ച നടക്കുന്നതും പെട്ടെന്ന് ആൻഡ്രൽ ഫോളിക്കിൾ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. പ്രൈമോഡിയൽ ഫോളിക്കിളിലെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് ആൻഡ്രൽ ഫോളിക്കിളായി മാറുകയുള്ളൂ. ബാക്കി ഫോളിക്കിൾസ് എല്ലാം തന്നെ ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവസാനത്തെ 85 ദിവസമാണ് ആൻഡ്രൽ ഫോളിക്കിളായി മാറുന്നതിൻ്റെ പ്രക്രിയ ദ്രുതഗതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റത്തെ 85 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ നിലനിർത്താനും ഒക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയമാണ് ഈ ലാസ്റ്റത്തെ 85 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല കൊളസ്ട്രോളിനൊക്കെ എടുത്തിട്ടാണ് അണ്ടോൽപാദനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അങ്ങനെ അണ്ടോൽപാദനത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള അണ്ടത്തിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിലോട്ട് വരുമ്പോൾ ഓവുലേഷൻ നടക്കുന്ന ദിവസം, അതായത് ആർത്തവ രക്തം കണ്ടു തുടങ്ങുന്ന മെൻസ്ട്രൽ ബ്ലീഡിംഗ് തുടങ്ങുന്ന ഫസ്റ്റത്തെ ഡേ ആണ് ഒരു കൂട്ടം ഫോളിക്കിൾസ് ഈ ആർത്തവ ചക്രത്തിലോട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, ഓവുലേഷനിലോട്ട് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ആൻഡ്രൽ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഫോളിക്കിൾസ് ആണ് ഓവുലേഷൻ പ്രക്രിയയിലോട്ട് വരുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, നല്ല എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോളിക്കിൾസിനെ നല്ല ഹെൽത്തി ഫോളിക്കിൾസ് ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്പം നമ്മൾ 1 മാസം ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആ മാസത്തെ ഓവുലേഷൻ കറക്റ്റ് ആവണം എന്നല്ല അതിൻ്റെ അർത്ഥം. ലാസ്റ്റത്തെ 85 ദിവസത്തിലാണ് ദ്രുതഗതിയിൽ വളർച്ച നടക്കുന്നത് എന്നും 1 വർഷം സമയം എടുത്തിട്ടാണ് ആൻഡ്രൽ ഫോളിക്കിൾസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞു, ആ ഒരു രൂപത്തിലോട്ട് എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ 85 ദിവസം അതെല്ലാം കൂടെ കണക്കാക്കി നമ്മൾ ഈ ഭക്ഷണ രീതി ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ 3-4 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ആർത്തവ ചക്രത്തിൻ്റെ ഒന്നാമത്തെ ദിവസം, അതായത് ബ്ലീഡിംഗ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ
ഓവുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആൻഡ്രോ ഫോളിക്കിൾസ്, ഒരു കൂട്ടം ആൻഡ്രോ ഫോളിക്കിൾസ് റെഡിയായി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മെൻസ്ട്രൽ ബ്ലീഡിങ് തുടങ്ങി 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം നമ്മളോട് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് സ്കാനിങ്ങിന് വരാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം വരണം എന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആൻഡ്രോ ഫോളിക്കിൾസ് എത്ര എണ്ണം ഉണ്ടെന്നറിയാനും അതിന് പിന്നീട് എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോ ഫോളിക്കിൾസിൻ്റെ എണ്ണവും അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഓവുലേഷന് വേണ്ടിയിട്ട് മെച്ചുർ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും മെച്ചുറായിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള മെഡിസിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഓവറിയിൽ നിന്ന് എന്ത് ചെയ്യും, ഓവറിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മുടെ തലച്ചോറിനകത്തോട്ടേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഹൈപ്പോതലാമസിലേക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ ചെല്ലും. ഈസ്ട്രജൻ ഹോർമോൺ കുറവാണ്, ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH എന്ന് പറയുന്ന ഹോർമോൺ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യുന്ന GnRH പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോട്ട് പോയിട്ട് ആക്ട് ചെയ്യും. അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് FSH, LH ഈ ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫോളിക്കുലർ ഫേസിൽ FSHൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഈ GnRH എത്ര അളവിലാണോ ചെന്നത്, എത്രത്തോളം ദൈർഘ്യത്തോടെയാണോ ചെന്നത് എന്നുള്ളതിനെ, എത്ര ഇടവിട്ടിട്ടാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് FSH ആണോ LH ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഒരു അറിവ് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ ദൈർഘ്യമേറിയ രീതിയിലാണ് GnRH റിലീസ് ചെയ്തതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോട്ടേക്ക് എത്തിയത് എങ്കിൽ FSH ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഒരു ദിവസത്തിൽ 10-12 തവണ GnRH പിറ്റ്യൂട്ടറിയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ FSH പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ FSH ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ FSH ഹോർമോൺ രക്തത്തിലൂടെ നമ്മുടെ ഓവറിയുടെ അകത്തുള്ള ഫോളിക്കിൾസിന് അകത്തോട്ടേക്ക് എത്തും. ഈ FSH നമ്മുടെ ശരീരത്തിലെ ഫോളിക്കിളിനകത്തോട്ടേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ആൻഡ്രോ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ 2 തരത്തിലുള്ള സെൽസാണ് ഉള്ളത്. ഒന്ന് ഗ്രാനുലോസ സെൽസും ഒന്ന് തീക്ക സെൽസും. ഈ FSHൻ്റെ കൂടെ തന്നെ ചെറിയ അളവിൽ LHും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ LHനെ തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് ഉള്ളത് തീക്ക സെൽസിനകത്തും FSHനെ തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഗ്രാനുലോസ സെൽസിനകത്തുമാണ്. ഈ തീക്ക സെൽസ് നമ്മുടെ LHൻ്റെ സാന്നിധ്യത്തിൽ കൊളസ്ട്രോളിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവിധ സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി പല വിധത്തിലുള്ള എൻസൈംസിനെയൊക്കെ ഉപയോഗിച്ചിട്ട് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോസൻ ഡയോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻഡ്രോസൻ ഡയോൺസ് തീക്ക സെൽസിനകത്ത് നിന്ന് നേരെ പോകുന്നത് FSHനെ തിരിച്ചറിയുന്ന ഗ്രാനുലോസ സെൽസിൻ്റെ അടുത്തേക്കാണ്. ഇതേസമയം ഗ്രാനുലോസ സെൽസ് FSHനെ ഉപയോഗിച്ച് പല വിധത്തിലുള്ള സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ട് അവിടെ കിടന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വളരുന്നതിൻ്റെ കൂടെ തന്നെ അരോമാറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെയും ഈ ഗ്രാനുലോസ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. ഈ അരോമാറ്റേസ് എന്ന എൻസൈം ആൻഡ്രോസൻ ഡയോണിനെ ഈസ്ട്രജൻ ആക്കി മാറ്റുന്നുണ്ടാവും. ഈസ്ട്രജൻ 3 വിധത്തിലുണ്ട്. അതിൽ E2 എന്ന് പറയുന്ന ഈസ്ട്രജനാണ് നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റ് തരുന്നത്. ഇങ്ങനെ പതുക്കെ ഈ ഫോളിക്കിൾസ് വളർന്നു തുടരുകയും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രജനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. 6-7 ദിവസം കൊണ്ട് ഈ ആൻഡ്രോ ഫോളിക്കിളിനകത്ത് നിന്ന് ഒരു ഫോളിക്കിൾ മാത്രം ഡോമിനൻ്റ് ആയിട്ട് വളരാൻ തുടങ്ങും. ഈ ഫോളിക്കിളിനെ നമ്മൾ ഡോമിനൻ്റ് ഫോളിക്കിൾ എന്നാണ് വിളിക്കുന്നത്. പിന്നീടുള്ള പ്രക്രിയയിൽ മുഴുവൻ ഈ ഡോമിനൻ്റ് ഫോളിക്കിളാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കി എല്ലാ ഫോളിക്കിളും ഇതിനോടകം തന്നെ ക്ഷയിച്ചു പോയിട്ടുണ്ടാവും. ഈ ഡോമിനൻ്റ് ഫോളിക്കിൾ പിന്നീട് വളരുകയും അതാണ് ഓവുമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഡോമിനൻ്റ് ഫോളിക്കിൾ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡോമിനൻ്റ് ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഈസ്ട്രജൻ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ FSHനെ തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഈ 7-ാമത്തെ ദിവസം മുതൽ 14-ാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നായിരിക്കും ഈ ഡോമിനൻ്റ് ഫോളിക്കിളിൻ്റെ വളർച്ച. അങ്ങനെ ദ്രുതഗതിയിൽ വളർന്ന് അണ്ടം മെച്യൂരിറ്റി ആകും, അതായത് മൂപ്പ് എത്തി തുടങ്ങും. ഇതേ സമയം തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും അകത്തെ പാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിനകത്തും പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അതേസമയം തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ വായുഭാഗമായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു മ്യൂക്കസ് ആയിട്ടുള്ള ഒരു ദ്രാവകം നമ്മുടെ സെർവിക്കൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ മ്യൂക്കോസ മുട്ടയുടെ വെള്ള പോലെ നല്ല വെള്ള കളറായി വരികയും ചെയ്യുന്നുണ്ട്. ഈ ഡോമിനൻ്റ് ഫോളിക്കിൾ വളർന്ന് നമ്മുടെ 12-ാമത്തെ ദിവസം, അതായത് ആർത്തവ ബ്ലീഡിംഗ് തുടങ്ങി 1-ാമത്തേത് മുതൽ 12-ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കിനും 18 മില്ലിമീറ്റർ മുതൽ 20 മില്ലിമീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ വലുപ്പം എത്തുന്നത്. അതാണ് നോർമൽ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും.
അങ്ങനെ ഇപ്പം അണ്ടം മൂപ്പെത്തി നിൽക്കുകയാണ്. അങ്ങനെ അണ്ടം മൂപ്പെത്തി നിൽക്കുമ്പോൾ ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അണ്ടത്തിന് വരണം. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസ്ട്രോജൻ്റെ അളവ് കുറയും, FSHൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ഈസ്ട്രോജൻ്റെ അളവ് FSHൻ്റെ അളവൊക്കെ കുറയുന്നതിൻ്റെ ഫലമായിട്ട് കുറേ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടാവും. ഈ സിഗ്നൽസ് നേരെ ഹൈപ്പോതലാമസിലോട്ട് എത്തും. അങ്ങനെ ഹൈപ്പോതലാമസിലോട്ട് എത്തുമ്പോൾ ഹൈപ്പോതലാമസ് വീണ്ടും GnRHനെ വിവിധ രീതിയിൽ ഇടവേളകളിലായിട്ട് GnRHനെ ഉൽപ്പാദിപ്പിക്കും. ഈ GnRH പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ഹൈപ്പോതലാമസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ GnRH പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് അവിടെ നിന്ന് LHനെ കുത്തൊഴുക്ക് പോലെ അങ്ങോട്ട് പെട്ടെന്ന് LHൻ്റെ അളവ് അങ്ങോട്ട് കൂട്ടും. അതായത് LH സർജ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. LHൻ്റെ അളവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും. നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നാണ് കൂടുന്നത്. ഓവുലേഷൻ നടക്കാൻ നമുക്ക് LH എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ LHൻ്റെ കുത്തൊഴുക്ക് പെട്ടെന്ന് അങ്ങ് കൂടുമ്പോൾ ഈ LH സർജ് പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഓവുലേഷൻ നടക്കും. LH സർജ് നടന്നു കഴിഞ്ഞ് 36 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓവുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കും. അപ്പോൾ ഈ LH സർജിൻ്റെയും ചില പ്രോട്ടിയോലറ്റിക് ചുറ്റുവട്ടത്ത് നടന്നിട്ടുള്ള കുറച്ച് പ്രോട്ടിയോലറ്റിക് സർജിൻ്റെയും കൂടെ ഫലമായിട്ട് നമ്മുടെ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വരും. ഈ സുഷിരങ്ങളുടെ ഉള്ളിലൂടെയാണ് നമ്മുടെ അണ്ടം പിന്നെ പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ നമ്മുടെ ഫോളിക്കിളിന് ചുറ്റും സുഷിരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അണ്ടം മാത്രമല്ല പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്, അണ്ടത്തിനെ സംരക്ഷിക്കാനും പരിപോഷിക്കാനുമായിട്ട് ഒരു കൂട്ടം സെൽസ്, ഒരു കൂട്ടം കോശങ്ങൾ അതിന് പൊതിഞ്ഞ രീതിയിലാണ് അണ്ടം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യുമുലസ് ഊഫറസ് എന്നാണ് ഈ പുറത്തേക്ക് വരുന്ന അണ്ടത്തിനെ നമ്മൾ വിളിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോളിക്കിളിൻ്റെ അകത്തുള്ള ദ്രാവക ഭാഗങ്ങളും കൂടെ ഈ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ചില ആളുകളിൽ വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളും ചില വയറുവേദന കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്, ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓവുലേഷൻ നടന്നതിന് ശേഷം ഈ ഫോളിക്കിളിൻ്റെ രൂപത്തിലും ആകൃതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ ഓവുലേഷന് ശേഷം ഈ ഫോളിക്കിളിന് പിന്നെ കോർപ്പസ് ലൂട്ടിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മഞ്ഞ നിറത്തിലുള്ള ഒരു രൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഓവുലേഷൻ കഴിഞ്ഞു, ഫസ്റ്റത്തെ 14 ദിവസം കൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞു. അടുത്ത 14 ദിവസത്തിന് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഓവുലേഷൻ നടക്കുന്ന ഈ ഒരു ഫസ്റ്റത്തെ 14 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റക്കുറച്ചിലുണ്ടായി കഴിഞ്ഞാലും ഈ ലൂട്ടിയൽ ഫേസ് എപ്പോഴും 14 ദിവസം തന്നെ ആയിരിക്കും. അതായത് ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ദിവസങ്ങൾ കൂടുതലാണെങ്കിൽ 28 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ഫോളിക്കുലർ സ്റ്റേജ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ലൂട്ടിയൽ ഫേസ് എപ്പോഴും 14 ദിവസം തന്നെ ആയിരിക്കും. അങ്ങനെ ലൂട്ടിയൽ ഫേസിൽ ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഓൾറെഡി കുറഞ്ഞിട്ടുണ്ടാവും. ഈ ലൂട്ടിയൽ ഫേസ് ആകുമ്പോഴത്തേക്കിനും ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറയുകയും പകരം പ്രൊജസ്ട്രോണിൻ്റെ അളവാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ പ്രൊജസ്ട്രോണിൻ്റെ ആവശ്യം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടോൽപാദനം കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, ബീജവുമായിട്ട് അണ്ടം സംയോജിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഭ്രൂണത്തിനെ സംരക്ഷിക്കുകയും ആ ഭ്രൂണം നമ്മുടെ ഗർഭപാത്രത്തിനകത്ത് ചെന്നിട്ട് ഒട്ടിപ്പിടിക്കാൻ, അതായത് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും പിന്നീട് ആ ഗർഭസ്ഥ ശിശുവിനെ, ആ ഭ്രൂണത്തിനെ അബോർഷൻ ആവാതെ ആ ഒരു പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ പ്രൊജസ്ട്രോണിൻ്റെ ജോലികൾ. അങ്ങനെയല്ല, ഇനി ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ ശേഷം ഈ ബീജസങ്കലനം നടന്നില്ല എന്ന് വിചാരിക്കുക, അവിടെ ഭ്രൂണം ഒന്നും ഉണ്ടായില്ല, ഫെർട്ടിലൈസേഷൻ ഒന്നും നടന്നില്ല വെച്ചെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ആർത്തവം സംഭവിപ്പിക്കുക എന്നുള്ളൊരു കടമയും കൂടെ പ്രൊജസ്ട്രോൺ ഉണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾ ചില സമയത്ത് പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയമുണ്ട്, പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഒന്നും, ഒരു സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, നമുക്ക് റിസൾട്ട് ഒന്നും പോസിറ്റീവായിട്ട് കാണുന്നില്ല വെച്ചെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റുകൾ തരാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അബോർഷൻ ആവാതെ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും, ഇൻ കേസ് നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല വെച്ചെങ്കിൽ വിത്തിൻ 7 days നിങ്ങൾക്ക് ആർത്തവം സംഭവിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് തരാറുള്ളത്. ആർത്തവ ചക്രത്തിൻ്റെ 21ാമത്തെ ദിവസത്തിലാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കുത്തനെ കൂടുന്നത്. പിന്നെ 23ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത്, നമ്മൾ പ്രഗ്നൻ്റ് ആയോ അല്ലേ എന്നുള്ളത് 23ാമത്തെ ദിവസത്തിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അഥവാ പ്രഗ്നൻസി ആയില്ല, അവിടെ ഫെർട്ടിലൈസേഷനൊന്നും നടന്നില്ല വെച്ചെങ്കിൽ നമ്മുടെ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഈ മഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ക്ഷയിച്ച് തുടങ്ങും. അതുപോലെ തന്നെ LHൻ്റെ അളവ് കുറയും, FSHൻ്റെ അളവ് കുറയും, ഈസ്ട്രോജൻ്റെ അളവ് കുറയും, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് കുത്തനെ അങ്ങോട്ട് കുറയുന്ന സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയം, ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാളി ഉണ്ടല്ലോ, ആ പാളിയും ഇതുപോലെ ചുരുങ്ങി പെട്ടെന്ന് അങ്ങോട്ട് റപ്ചർ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കൊഴലുകളും ഈ
അതിൻ്റെ ഉള്ളിലെ ആവരണം എല്ലാം കൂടെ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ എന്താ പറയുക, ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഈ അണ്ടവും ഈ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ പാളിയും എല്ലാം കൂടെയാണ് നമ്മുടെ സെർവിക്സിലൂടെ പുറന്തള്ളപ്പെടുന്നത്. അതിനെയാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്, മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഈ ബ്ലീഡിങ് തുടങ്ങുന്ന ഫസ്റ്റത്തെ ദിവസം തൊട്ടിട്ട് തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ രണ്ടാമത്തെ ലെയർ വഴി നമ്മുടെ ഗർഭപാത്രം അതിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ഈ എൻഡോമെട്രിയത്തിനെ പഴയ രീതിയിലേക്ക് തന്നെ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ അങ്ങോട്ടേക്കുള്ള 7 ദിവസം എന്ന് പറയുന്നത് പ്രോലിഫറേറ്റീവ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ 7 ദിവസത്തിനകം തന്നെ ഗർഭപാത്രം ഈ എൻഡോമെട്രിയത്തിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരും. ആ പൂർണ്ണമായിട്ടും പഴയ രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പീരിയഡ്സ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലാച്ചെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ടും നമ്മുടെ യൂട്രസ്, ഓവറി ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഡിസീസിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽസ് ഇട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.